ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സവാളയാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സവാളയുടെ റെസിപ്പി ഞാനും ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഇതാ 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനതാ കുറച്ച് വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് മുറിക്കുകയാണ്. ഒത്തിരി നൈസായി പോകേണ്ട, ഒരു മീഡിയം ടൈപ്പിൽ ഇത്തിരി കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതേ നിങ്ങൾ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയ ആ ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു സവാളയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്തതിന് ശേഷം അതിനതാ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അതിൻ്റെ ഓരോ ഇതളുകളും പ്രത്യേകമാക്കി എടുക്കണം. അതിനായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇളക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ഒരു സവാള ഞാൻ വേറെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനേക്ക് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ആ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ലെണ്ണ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ കടുവെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമ്മൾ എത്രമാത്രം സവാള എടുക്കണോ അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് തീ സിമ്മിലാക്കുക. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കരിഞ്ഞു പോകാൻ പാടില്ല ഒരിക്കലും, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ആ എണ്ണയുടെ ചൂട് കൊണ്ട് ഈ ഒരു മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത്രത്തോളം ഒന്നായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു അരപ്പിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയില്ലേ സവാള, അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതിൽ അരപ്പെല്ലാം ഈ സവാളയിൽ നല്ല രീതിയിൽ യോജിച്ച് വരാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അടിപൊളിയായിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി സംഭവമാണ് കേട്ടോ. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ് ഈ ഒരു സവാള അച്ചാർ. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും അടിപൊളിയാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിനി തീയൊന്നും ഇട്ട് കൊടുക്കണ്ട. തീയൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ അത് നല്ലപോലെ ആ ഒരു അരപ്പിൻ്റെ ചൂട് കൊണ്ട് ഒന്ന് റെഡിയായി കിട്ടിക്കോളും. കണ്ടോ, അടിപൊളിയല്ലയോ? ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം വൈറൽ താരമായ സവാള അച്ചാർ റെഡിയായിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.